പ്രേക്ഷകരിൽ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ഒരു സാധു മനുഷ്യൻ അമേരിക്കയിൽ തണുത്ത് വിറച്ച് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നു. ആൾ വേറെ ആരുമല്ല, നമ്മുടെ മധു കൊട്ടാരക്കരയാണ്. തണുത്ത് വിറയ്ക്കുന്ന മുതലാളി, എന്നെ വേഗം വിളിക്കൂ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്നാണ് അതിൻ്റെ സന്ദേശം. അദ്ദേഹം ഇപ്പോൾ ആ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മധു. ഇറാനിലെ ഇൻ്റർനെറ്റ് വിലക്ക് മറികടക്കാൻ ട്രംപ് ഭരണകൂടം രഹസ്യ നീക്കം നടത്തിയിരിക്കുന്നു എന്നാണ് മധു ഇപ്പോൾ അറിയിക്കുന്നത്. 6000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ ഇറാൻ്റെ പ്രധാന മേഖലകളിലൊക്കെ വിന്യസിച്ചു എന്നാണ് വിവരം. മധു, ഗുഡ് മോർണിംഗ്. തണുപ്പൊക്കെ കുറഞ്ഞോ? ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ആഴ്ച വരെ -14 ഡിഗ്രി ആയിരുന്നു, പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ഭേദമായി വരുന്നു. ഒരു -1, -2 ഒക്കെ ഉണ്ടല്ലോ, പക്ഷേ ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ഒരു -10 ഡിഗ്രി ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി, വിറയോടെ വിറയാതെ മനസ്സിലായി. അതാ നമ്മൾ പെട്ടെന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇനി പറയൂ, ഈ സ്റ്റാർലിങ്കിന്റെ ഓപ്പറേഷൻ. എസ് കെ, ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ ഡിസംബർ അവസാനം തുടർന്ന് ജനുവരിയിലും നമുക്കറിയാം ഇറാനിൽ ആഞ്ഞടിച്ച പ്രതിഷേധങ്ങളെ നേരിടാൻ ഇറാൻ ഭരണകൂടം ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചിരുന്നു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് കൊല്ലപ്പെടുകയും അതുപോലെ ജയിലിലാകുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഇന്റർനെറ്റ് ബ്ലോക്കിംഗ് നേരിടാൻ അമേരിക്കയുടെ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായതായിട്ട് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണലാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നാണ് ആ വാർത്ത അവർ പുറത്തുവിട്ടത്. ഏകദേശം 6000 സ്റ്റാർലിങ്ക് കിറ്റുകൾ അമേരിക്ക വളരെ രഹസ്യമായി അതിർത്തി കടത്തി ഇറാനിലെ ഈ പ്രതിഷേധക്കാരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ആദ്യമായിട്ടാണ് ഈ ഇടനിലക്കാരില്ലാതെ അമേരിക്ക നേരിട്ട് സ്റ്റാർലിങ്ക് സംവിധാനങ്ങൾ ഇറാനിൽ എത്തിക്കുകയും ചെയ്യുന്നത്. മറ്റ് ഇന്റർനെറ്റ് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സിനായിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ ഡോളർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വകമാറ്റിയാണ് ഒരു 7000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ വാങ്ങി അതിൽ നിന്ന് 6000-ഓളം ഇറാനിൽ എത്തിക്കുകയും ചെയ്തത്. എസ് കെ, ഈ നീക്കത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ധാരണയുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം പ്രതിഷേധക്കാർക്ക് സഹായം ഉടൻ എത്തിക്കുമെന്ന് അദ്ദേഹം നേരത്തെ ആ സമയത്ത് സൂചിപ്പിച്ചത് ഒരുപക്ഷെ ഇതായിരിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് ഈ വിവരങ്ങൾ കൈമാറുവാനും അതുപോലെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുവാനും ഈ സംവിധാനം വലിയ തോതിൽ സഹായിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഈ രഹസ്യ ഓപ്പറേഷനെ കുറിച്ച് പ്രതികരിക്കുവാൻ വൈറ്റ് ഹൗസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. എസ് കെ, അതുപോലെ ഇറാനിൽ സ്റ്റാർലിങ്ക് കൈവശം വെക്കുന്നത് ഒരു വലിയ കുറ്റമാണ്. എന്നിരുന്നാലും ഈ സർക്കാർ നിയന്ത്രണങ്ങൾ മറികടക്കുവാൻ 10,000-കണക്കിന് ഇറാനികൾ നിലവിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. എസ് കെ, താങ്ക് യു മധു കൊട്ടാരക്കര. വേഗം കൂര അണഞ്ഞോളൂ, ഈ തണുപ്പ് അകലട്ടെ. -1 എന്ന് പറഞ്ഞാലും നമുക്കത് വലിയ തണുപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.